ഹായ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മദ്രസയൊക്കെ പോകാൻ വേണ്ടിയിട്ട് മിച്ചും ജസ്റ്റിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഹോർലിക്സ് കലക്കി കൊടുക്കാനിട്ട് മിച്ചു ചായ കുടിക്കൂല. അപ്പം ഇക്കാവ് രാവിലെ അവൾ വെള്ളം കുടിച്ചിട്ടാണ് പോകില്ല. അപ്പോൾ അത് കണ്ട് ഇക്കാവ് ഹോർലിക്സ് കൊടുത്തിട്ടതാണ്. അപ്പം ഹോർലിക്സും പാൽപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് കലക്കുന്നത്. അപ്പോൾ രാവിലെ അത് കുടിച്ചിട്ടാണ് പോവൽ. പിന്നെ കടിയായിട്ട് ഒന്നെങ്കിൽ ബിസ്ക്കറ്റാ അല്ലെങ്കിൽ പഴം അങ്ങനെയൊക്കെ തിന്നും. ചായക്കടി ആയിട്ടുണ്ടാവും, എന്നാലും മിച്ചു തിന്നൂല. മിച്ചുവിന് ബിസ്ക്കറ്റാ പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണം രാവിലെ മദ്രസയിൽ പോകുമ്പോൾ. പിന്നെ ഇപ്പോൾ സ്കൂളില്ലാത്തതിനെ കൊണ്ട് മദ്രസ കുറച്ച് അധികം നേരമുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും തിന്നാതെ പോയാൽ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിന്നിട്ടാണ്ട് പോവില്ല. അപ്പോൾ ഞാനിതാ ചൂടുവെള്ളത്തേക്ക് ഇനിയിപ്പോൾ പാൽപ്പൊടി തൊട്ടാൽ കട്ടാവില്ല. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് പൊടികൾ ഇട്ടിട്ടാണ് ഇപ്പോൾ കലക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ചായക്ക് കടി പഴം വാട്ടിയതാണ്. അപ്പോൾ ഞാനിതാ പഴം വാട്ടണം. പഴം നല്ല പഴുത്ത് നിൽക്കുന്ന പഴം. അപ്പം ഇന്ന് കാക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പം കാക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വാട്ടിയിട്ടുള്ളത്. അപ്പം അതാ കുളിക്കാൻ കയറിയ ടൈമിൽ ഇതൊക്കെ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചതാണ്. അപ്പം അവർ മദ്രസയ്ക്കൊക്കെ പോയി, കാകം പോയി. അപ്പോൾ തന്നെ ഇന്ന് കുറച്ച് അച്ചാറിൻ്റെ പണിയുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഉണ്ട്, അച്ചാറിടാൻ ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയതിന് ശേഷം പിന്നെ ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അത് അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ചാർ ഇടുന്നതൊന്നും ഞാൻ അപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ വൈകുന്നേരത്തും ചായക്ക് കടിയായിട്ട് ഇന്നിപ്പോൾ അരി വറുത്തിട്ട് നമ്മൾ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം കുറച്ച് കടലയുണ്ട്, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അരി എടുത്തിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചെറിയ ചൂട് തന്നെ ഒന്നിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ വേഗം പൊടിഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. പൊടിച്ചതിന് ശേഷം പിന്നെ ഞാൻ അരിച്ചിട്ടാണ്, അരിപ്പയിൽ അരിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു തരി ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയൊരു കൊപ്പരയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കൊപ്പര ഇനിയിപ്പോൾ അരി പൊടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്, ആ തരികളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് തിന്നുമ്പോൾ ഇങ്ങനെ കടിക്കും, അരി കടിക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതൊന്ന് അരിച്ചെടുക്കുകയാണ്. അരി പൊടിച്ച് ആ ജാറിലിട്ടിട്ട് തന്നെ ഒന്ന് പൊടിച്ചതിന് ശേഷം കൊപ്പര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊപ്പര ചെറുതാക്കി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അതിൽ. അപ്പോൾ അതും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വേണം. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഞാൻ അതിൽ നിർത്തി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അധികം കഷ്ണങ്ങളായാൽ ഇതുണ്ടാവില്ല. പിന്നെ കടലയുണ്ട്. അപ്പോൾ ആ കടല ഒന്ന് ആ ജാറിലിട്ടിട്ട് ഒന്നുകൊണ്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കടല പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് അമൃതം പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അമൃതം പൊടി അധികം ചേർക്കാൻ പറ്റില്ല, ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ശർക്കര ഒരുക്കിയത് ഒഴിച്ചിട്ടാണ് അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.